അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അൻവരിയ അറബിക് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആലിയ അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിന് കീഴിൽ നടത്തപ്പെടുന്ന റബീ ക്യാമ്പയിനിൻ്റെ പ്രഭാഷണ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇജ്തിമാഇനെ കബൂൽ ചെയ്ത് നമ്മളിൽ ഖൈറ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടുള്ള ആ തങ്ങളുടെ പ്രവാചകത്വത്തെ കുറിച്ചിട്ടുള്ള സന്തോഷ വാർത്ത മുൻകാല പ്രവാചകന്മാരായ ഓരോ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിലും അള്ളാൻ്റെ റസൂലിൻ്റെ പ്രവാചകത്വത്തെ പറ്റി ആ പ്രവാചകന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയ പ്രമുഖ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദങ്ങളിലെല്ലാം അവസാന പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നും ആ പ്രവാചകനെ കൊണ്ട് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ സുവിശേഷങ്ങൾ അർപ്പിച്ചിട്ടുണ്ടെന്നും നമുക്ക് ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനും ലോകപ്രവാചകനും സാർവജനീന പ്രവാചകനുമാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മഹാനായ മുഹദ്ദിസീങ്ങൾ ഹദീസുകളിലൂടെ വ്യക്തമാക്കുന്ന കാര്യവുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പ്രവാചകന്മാരുടെയും നേതാവാണെന്നും ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനാണ് എന്നും ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഈ ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെ പറ്റിയിട്ടുള്ള പ്രവചനങ്ങളും മുൻകാല വേദങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയപ്പെട്ട നിലക്ക് ഈ പ്രവാചകന്മാരുടെ എല്ലാം നേതാവാകുന്ന അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടുള്ള പ്രവചനം അല്ലെങ്കിൽ ആ തങ്ങളെ കുറിച്ചിട്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. എന്തിനേറെ പറയണം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാകുന്ന തൗറാത്തിൽ മഹാനായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടുള്ള പ്രവചനങ്ങൾ അറിയിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിൽ ആക്കും. ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രവചിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് ആവർത്തന പുസ്തകം 18:20 പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽ അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. എന്നാൽ ഇവിടെ ജൂതന്മാരും അതുപോലെ തന്നെ ക്രിസ്തീയരും പറയുന്ന ഒരു കാര്യം, മേൽ ഉദ്ധരിച്ച ഈ
ഈ പ്രസ്തുത ഉദ്ധരണിയിൽ പിൽക്കാലത്ത് ഒരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും അതല്ല യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ വാഗ്ദാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചോ അല്ലെങ്കിൽ യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചോ ആവാൻ ഒരു സാധ്യതയുമില്ല. കാരണം മേലുദ്ധരിച്ച ഉദ്ധരണിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത് അവർക്ക് അവരുടെ സഹോദരന്മാരിൽ നിന്ന് ഒരു പ്രവാചകനെ കൊണ്ടുവരുമെന്നാണ്. അവരുടെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിലാവാനാണ് സാധ്യത. അല്ലാതെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ തന്നെ യൂഷ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് ബനു ഇസ്രായേലുകാരിൽ തന്നെയാണ്. അവരിൽ നിന്നുള്ള പ്രവാചകന്മാരാണ്, അതായത് ബനു ഇസ്രായേലുകാരിൽ നിന്നുള്ള പ്രവാചകന്മാരാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും യൂഷ നബിയും. എന്നാൽ അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു ഇസ്രായേലുകാരുടെ സഹോദരരാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽ വരുന്നവരാണ് മഹാനായ അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ഇവർ വാദിക്കുന്ന ഈ വാദം അത് വികലമായ വാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഉദ്ധരണിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിന്നെപ്പോലത്തെ ഒരു പ്രവാചകനാണ് അയക്കുന്നത് എന്ന്. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലത്തെ ഒരു പ്രവാചകനെയാണ് നിയോഗിക്കുന്നത്. എന്നാൽ ആവർത്തന പുസ്തകം 34:12 പറയുന്നുണ്ട്, മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നീടുണ്ടായിട്ടില്ല. അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ഒരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിയൻ പരമ്പരയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് വ്യക്തമാണ് അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് മേൽ ഉദ്ധരിച്ച ആ ഉദ്ധരണിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാഗ്ദാനം ചെയ്ത പ്രവാചകൻ എന്ന് നമുക്ക് വളരെയധികം വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. അതുപോലെ തന്നെ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സബൂറിൽ സങ്കീർത്തനം 45:2-5 പറയുന്നുണ്ട്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കും. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവനെ നിന്റെ വാൾ അരക്ക് കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളിക്കുക. നിന്റെ വലങ്കൈ അലങ്കാര കാര്യങ്ങളെ നിനക്ക് കാണിച്ചു തരുമാറാകട്ടെ. നിന്റെ വസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളെ നെഞ്ചത്തു അവ തറക്കുകയും ചെയ്യുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഈ ഉദ്ധരണിയിൽ പറയുന്ന ഈ പ്രസ്തുത വിശേഷണങ്ങളെല്ലാം മഹാനായ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് എന്ന് പിൽക്കാലത്ത് വന്ന മുസ്ലിം പണ്ഡിതന്മാരെല്ലാം അഭിപ്രായപ്പെടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, മുൻകാല വേദങ്ങളിലെല്ലാം, അതായത് മുൻകാല പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദങ്ങളിലെല്ലാം അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഹൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നും ആ തങ്ങളെക്കുറിച്ച് വളരെയധികം വ്യക്തവും കൃത്യവുമായ രീതിയിൽ അവരുടെ വേദപുസ്തകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതും നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്ന ഹിന്ദു മത പുരാണങ്ങളിൽ പ്രസിദ്ധമായ വ്യാസമുനിയുടെ ദവിശ്യ പുരാണത്തിലും അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും ആ നബി തങ്ങളുടെ പേരും ആ നബി തങ്ങളുടെ ഊരും അതേപോലെ തന്നെ ആ നബി തങ്ങളുടെ അനുയായികളെ കുറിച്ചും ഈ പുരാണങ്ങളിൽ പോലും വളരെയധികം വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ചിട്ടുള്ള ശരിയായി പഠിക്കാനും ആ പ്രവാചകൻ്റെ മദ്ഹുകൾ ആസ്വദിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.